ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിന് ഇച്ചിരി വയ്യായിരുന്നു, അഡിനോയിഡായിരുന്നു. അപ്പോൾ അതിന് സർജറിയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി മാസം ഞാൻ ഇച്ചിരി ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പം വീടിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈ കരിവേപ്പിലയൊക്കെ എടുത്തിട്ട് ഈ കുപ്പി ബോട്ടിലൊക്കെയാണ് വയ്ക്കുന്നത്. ഇപ്പം ഞാൻ കുറേ മാസം കൊണ്ട് വയ്ക്കുന്നില്ല, ഇച്ചിരി ടൈമൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ഇച്ചിരി മടിയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും കുറേ കരിവേപ്പിലയുണ്ട്, അപ്പോൾ ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ കുറേ ദിവസങ്ങൾ മാത്രമല്ല മാസങ്ങൾ വരെ ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരിവേപ്പിലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുപ്പി ബോട്ടിൽ വയ്ക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ ബോട്ടിലും അല്ലെങ്കിൽ സ്റ്റീൽ ബോക്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ദിവസങ്ങൾ, കുറേ ആഴ്ചകൾ ഇത് കേട് കൂടാതിരിക്കും, നനവൊന്നുമില്ലെങ്കിൽ കേട് കൂടാതിരിക്കും. അതേപോലെ തന്നെ കുറേ കവർസും അതേപോലെ ഓപ്പൺ ചെയ്ത് കുറേ പാക്കറ്റ്സൊക്കെ ഉണ്ട്, അതിൽ ഞാൻ ക്ലിപ്പൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഇതിനെന്താ പറയുക, മുറം എന്നാണോ പറയുന്നത്. അപ്പോൾ മുറത്തിൻ്റെ മുകളിലാണ് ഞാൻ കരിവേപ്പിലയൊക്കെ വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്തത്. അപ്പോൾ താഴെ ഒന്നും വീഴാതെ ഇരിക്കാൻ നമുക്ക് നല്ലതല്ലേ. അതേപോലെ ഇത് കരിവേപ്പിലയൊക്കെ മാറ്റിയെടുത്തു, കാരണം കരിവേപ്പിലയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ കാണിക്കുന്ന 2-3 ദിവസത്തെ വീഡിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത ചില കുഞ്ഞ് വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ അവൻ്റെ മുഖമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് സമയം എങ്ങനെ ലാഭിക്കാം, നമുക്ക് കിട്ടുന്ന ഇച്ചിരി ടൈമിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ അടുക്കളയൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ ഒതുക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ താഴെ ഒരു മുറമാണ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ ഞാൻ മിനിഞ്ഞാന്ന് ബേക്ക് ചെയ്ത് ഷുഗർ അല്ലല്ലോ ബേക്ക് ചെയ്ത് ഉപ്പൊക്കെ എടുത്ത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് എടുത്ത് വെച്ചു. അപ്പോൾ ഈ ഡബ്ബ കുറേ കാലമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് ശരി അത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെച്ചു. അതേപോലെ തന്നെ അടുക്കളയുടെ സൈഡിൽ ഉള്ള എണ്ണ ഡബ്ബ, അതിൽ മുഴുവൻ എണ്ണയൊക്കെ ഒട്ടിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, ഓർഗനൈസ് ആയിട്ടിരിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ അമ്മമാർ ചെയ്യേണ്ടത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം തീർച്ചയായിട്ടും വാഷ് ചെയ്തിട്ട് നിറച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ അടുക്കളയിലാണ് മിക്കവാറും ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും മറക്കാതെ നോക്കണം. അപ്പോൾ അടുക്കളയുടെ ആ ഭാഗം നമ്മൾ പറ്റുന്ന അത്ര നല്ല രീതിയിലൊന്ന് ഒതുക്കി വയ്ക്കുക. പറഞ്ഞാൽ പുറത്ത് കൂടുതലും സാധനം വയ്ക്കാണ്ട് എല്ലാം കബോർഡിൻ്റെ അകത്ത് തന്നെ എങ്ങനെയും നിറച്ച് വയ്ക്കാൻ നോക്കണം. കാരണം ഇപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, കബോർഡിൽ സ്ഥലം ഇല്ലെങ്കിൽ എല്ലാം നിറച്ച് വയ്ക്കേണ്ട അവസ്ഥയാണ്. കാരണം നമ്മൾ എത്ര വൃത്തിയാക്കി വയ്ക്കുന്ന ദിവസം നമ്മുടെ വീട്ടിൽ ആരും വരത്തില്ല, പക്ഷേ നമ്മുടെ വീട് വൃത്തികേടായിരിക്കുന്ന ദിവസമായിരിക്കും ആൾക്കാർ കയറി വരുമ്പോഴേക്കും അവർ നോക്കുന്നത് ഇതെന്തോ ഇവളുടെ വീട് ഇങ്ങനെ ഇരിക്കും, ഇവളെപ്പോഴും വീട്ടിനകത്താണല്ലോ, ഒരു വൃത്തിയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ അവർക്കറിയില്ലല്ലോ നമ്മൾ 24 മണിക്കൂർ വൃത്തി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ കുട്ടികളുള്ള വീടായതുകൊണ്ട് ശരിയാണ്, എങ്ങനെയും അത് വൃത്തികേടാവാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ കബോർഡ് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അത് 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ വരും. പിന്നെ അത് നമ്മളിങ്ങനെ ചകിരിയോ സർഫ് വെള്ളമൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിക്കിരിക്കണം, എന്നാലേ ഈ കോക്രോച്ച് ഒന്നും വരാതെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് കിച്ചൺ നോക്കണം കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്ലീനിങ് ഉണ്ടോ, അഴുക്കുണ്ടോ. നമ്മൾ മിക്കവാറും കിച്ചൺ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി ടൈം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനും പറ്റും, ഒത്തിരി ടൈം ലാഭിക്കാനും പറ്റും. ഇപ്പോൾ നിങ്ങൾ രാത്രി ലേറ്റായിട്ട് ഉറങ്ങുവാണെങ്കിൽ രാവിലെ നമുക്ക് ലേറ്റായിട്ട് എണീക്കാൻ പറ്റില്ല, കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്നതല്ലേ. അതുകൊണ്ട് നമ്മുടെ ഒരു പണിക്ക് ഒരു ടൈം വെക്കണം. പറഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് ചെയ്ത് തീർക്കണം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ നിങ്ങൾ കമ്പൾസറി ഒരു പേപ്പറിലോ ഡയറിയിലോ എഴുതി വെക്കണം എന്താണ് ഉണ്ടാക്കണ്ടേന്ന്. അങ്ങനെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിന്ത വരില്ല, നാളെ എന്തുണ്ടാക്കണം, അതിന് എന്ത് ചെയ്യണം. നമ്മൾ ബിഫോർ തന്നെ എല്ലാം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം നന്നായിട്ട് ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇച്ചിരി മുന്നേ എണീക്കാൻ നോക്കണം. 5 മണിക്ക് എണീറ്റ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ 2 മണിക്കൂർ പിടിക്കുമല്ലോ, അതൊക്കെ ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് വരുമ്പോഴേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ മിക്കവാറും അമ്മമാർ നമ്മുടെ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കാറില്ല, മുട്ടുവേദന, വെയിറ്റ് ഗെയിൻ എല്ലാം ഉണ്ട്. നമ്മുടെ അമ്മമാർ പറയും അത് ശ്രദ്ധിക്കണം, അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യണം. പക്ഷേ പറയാൻ രസമാണ്, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അടുക്കളയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുക. സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും, സ്ട്രെച്ചിങ്സ് ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ മുട്ടുവേദന, നമുക്ക് ബോഡിയുടെ വെയിറ്റ് ഗെയിൻ ഒക്കെ ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അഡിനോയിഡ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനിയും നല്ല എലാബറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോഴേക്ക് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രം മറക്കല്ലേ. ഞാനും നിങ്ങളുടെ പോലെ ഒരു വീട്ടമ്മയാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.